എൻ്റെ ഉള്ളിൽ അഹങ്കാരം, ദേഷ്യം, അശുദ്ധി എന്നിവയൊക്കെ മുളപൊട്ടി തുടങ്ങുമ്പോഴേ നശിപ്പിച്ചു കളയണം. ഇത്തരം ചിന്തകൾ തുടക്കത്തിലെ ഒഴിവാക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് വീണു പോകും. എങ്ങനെയാ ആരംഭത്തിലെ ഇവയെ ഇല്ലാണ്ടാക്കാൻ പറ്റുക? അതിനൊരു വഴിയുണ്ട്. വഴിയല്ല, അതിശക്തമായ ഒരു പ്രാർത്ഥന, യേശുനാമ ജപം. ഈശോ എന്ന പരമപരിശുദ്ധമായ നാമം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഈശോയെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ ഒരു ആയുധമായിരുന്നു ഇത്. നമുക്കിന്നിത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോവേണ്ടി വരിക? വിശുദ്ധര് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ: ഈശോ എന്ന പേരിൽ ദൈവത്തിൻ്റെ ശക്തി മുഴുവനും ഉണ്ട്, സാന്നിധ്യമുണ്ട്, മഹത്വവുമുണ്ട്. ഈ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് വേണം ഈശോയെ എന്ന് വിളിക്കാൻ. വിശ്വാസിയുടെ ഏറ്റവും വലിയ ബലം എന്നാണ് സിയന്നായിലെ വിശുദ്ധ ബർണർദിൻ യേശുനാമത്തെ വിശേഷിപ്പിക്കുന്നത്. ആകാശത്തിൻ കീഴിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമല്ലേ ഇത്? യേശുനാമത്താലല്ലേ ശിഷ്യന്മാരും പിന്നീട് വിശുദ്ധരും രോഗികളെ സുഖപ്പെടുത്തിയതും പിശാചുക്കളെ പുറത്താക്കിയതുമൊക്കെ? ഇന്നും യേശുനാമത്താലല്ലേ പാപങ്ങൾ മോചിക്കപ്പെടുന്നത്? അതുകൊണ്ട് ഇതൊരു ശീലമാക്കി മാറ്റാം. യാത്ര ചെയ്യുമ്പോഴും, വാഹനമോടിക്കുമ്പോഴും, ജോലിയെടുക്കുമ്പോഴും, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ ഈശോയെ എന്ന് വിളിക്കാൻ പഠിക്കാം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പിന്നീട് അങ്ങോട്ട് സംഭവിക്കും. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഈശോയെ ഈശോയെ എന്ന വിളി മുഴങ്ങാൻ തുടങ്ങും.